ഞാനിപ്പോൾ 1-2 ദിവസമായിട്ട് എനിക്ക് പേഴ്സണലി കുറച്ച് പേര് അയച്ചു തന്നിട്ടുണ്ട്. മലയാളത്തിലെ ടെക് റിവ്യൂവേഴ്സിൻ്റെ ഇടയിൽ ചെറിയൊരു ഇഷ്യൂ എന്നൊന്നും പറയാനില്ല, എന്നാലും ഒരു ചെറിയൊരു ഐറ്റം നടക്കുന്നുണ്ട്. ഇന്നലെ ഉബൈദ് അത് ട്രോളാക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രതാപ് ജി ടെക്കും ഷസാം ഇതിൽ പ്രത്യക്ഷത്തിൽ പ്രതാപിനെ പേര് പറഞ്ഞൊന്നും പറഞ്ഞിട്ടില്ല. പ്രതാപും ഷസാമിനെ പേര് പറഞ്ഞ് അങ്ങനെ അതൊന്നും പറഞ്ഞിട്ടില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ ഒരു വീഡിയോ ആണ്. ഓക്കെ, കാൾമി ഷസാം പ്രതാപ് ടെക് സാംസങ്. ഓക്കെ, സാംസങ്ങിന്റെ ഇഷ്യൂ ആണ്. ടെക് ലോകത്ത് നമ്മളൊരു ഒരു കോമഡി, അതായത് നമ്മുടെ ഉബൈദിന്റെ ഒരു ട്രോൾ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിലും പറയുന്നുണ്ട് ഗൈസ് ഇതേ സെയിം കാര്യം തന്നെ. ഓക്കെ, അത് ഒരു ട്രോൾ രൂപത്തിലാണ്. നമ്മുടെ സീക്രട്ട് ഏജന്റ് ആണ് എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ വിശദീകരിച്ച് പറയുന്നുണ്ട് എന്തൊക്കെയോ. സംഭവം വന്നിട്ട് സാംസങ് ആണ് ഇഷ്യൂ ഗൈസ്. ഇഷ്യൂ എന്ന് പറയുമ്പോൾ സാംസങ് ഒരുപാട് പച്ച വര ഫ്രീ ആയി തരുന്നുണ്ട്. അതിനെപ്പറ്റി സശാമെന്നും പറയുന്നുണ്ട്. ഇനി എന്തായാലും നമ്മൾ വാങ്ങാതിരിക്കുക, നിർത്തുക. അപ്പൊ അവന്മാര് കുറച്ചെങ്കിലും സർവീസ് കുറച്ചുകൂടെ നന്നാക്കും. നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പം എന്ത് ചെയ്യും, പിന്നെ അവര് നമുക്കിട്ട് പണിതുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ അതായത് ടെക് പരമായി റിവ്യൂ ചെയ്യുന്നവർ അത് നിർത്തുക എന്ന് ശസാമണ്ണം പറയുന്നുണ്ട്. അതിന്റെ അപ്പുറത്തിരുന്നിട്ട് നമ്മുടെ പ്രതാമണ്ണം പറയുന്നുണ്ട്, എന്താണ്, നമ്മളിത് വാങ്ങി റിവ്യൂ ചെയ്തില്ലെങ്കിൽ വേറെ വാങ്ങി റിവ്യൂ ചെയ്യാൻ എല്ലാവരും ഉണ്ട്, വേറെ ഇഷ്ടം പോലെ പേരുണ്ട് റിവ്യൂ ചെയ്യാൻ, കമ്പനി ഒരിക്കലും പൂട്ടി പോകത്തില്ല. പറഞ്ഞത് കാര്യമാണ്. അതുകൊണ്ട് നമ്മളൊന്നും ഇനി കുറ്റം പറയാനില്ല. അങ്ങനെയൊക്കെ അവരുടെ ചാനലിൽ അവരുടേതായ രീതിയിൽ ഇങ്ങനെ പറഞ്ഞതാണ്. അതൊക്കെ ഇപ്പം ട്രോൾ രൂപത്തിലും കുറെ വിഷയമായിട്ടുണ്ട്. അതിനെ കുറിച്ചാണ് നമ്മളിന്ന് കേൾക്കാനായിട്ട് പോകുന്നത്. ഇപ്പം വീഡിയോയിലോട്ട് പോവാം. പക്ഷേ പ്രതാപ് S26 അൾട്രയുടെ ഒരു സംഗതി വെച്ച് ഷാസിനെ ഇമിറ്റേറ്റ് ചെയ്ത ഒരു ഐറ്റമാണ് ഇവിടെ ചർച്ചയാവുന്നത്. അല്ല S20 അല്ല, ഒരു നത്തിങ് ഫോൺ ആണെന്ന് തോന്നുന്നു, അതാണെന്ന് ട്രിഗർ ആവുന്നത്. ബൈ ദ വേ, ഞാൻ എഗെയിൻ ഈ കണ്ടന്റ് തുടങ്ങുമ്പോൾ ഞാൻ പറയുന്നു, ഞാനൊരു വ്യൂവേഴ്സ് പെർസ്പെക്റ്റീവിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ഷാസിന്റെ ചാനൽ ഞാൻ കാണാറുണ്ട്, പ്രതാപിന്റെ ചാനൽ ഞാൻ കാണാറുണ്ട്, ഷാസിന്റെ ഞാൻ കുറച്ചും കൂടി അധികം കാണാറുണ്ട്. ബിക്കോസ് അതെ മിക്കവരും കാണുന്നുണ്ട്. കാരണം ഒരു എന്റർടൈൻമെന്റ് പോലെ കാണാൻ പറ്റും, അതുകൊണ്ടായിരിക്കാം. ഷാസിന്റെ പ്രസന്റേഷനും ഷാസ് പറയുന്ന കാര്യങ്ങളോടും കൂടിയാണ് ഞാൻ കുറച്ചധികം കണക്ട് ആവുന്നത്. എനിക്ക് അത് കുറച്ചും കൂടി ഒരു ഏർത്ത്ലി സാധനമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ സിനിമ റിവ്യൂയുടെ കേസിൽ നമുക്ക് ഇവർ രണ്ടുപേരും ചാനൽ ഞാൻ എങ്ങനെ കമ്പയർ ചെയ്യുന്നറിയോ, ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കോക്ക് സിനിമയെ കുറിച്ച് സംസാരിക്കുന്നു, ഉണ്ണി അതിനെ കുറിച്ച് സംസാരിക്കുന്ന വ്യത്യാസം ഉണ്ടാവും. കോക്ക് കുറച്ചും കൂടി സാധാരണക്കാർക്ക് കണക്ട് ആവുന്ന രീതിയിലുള്ള ആ ഒരു വേ ഓഫ് പ്രസന്റേഷനാണ്. ഉണ്ണി കുറച്ചും കൂടി മറ്റേ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞ രീതിയിലുള്ളൊരു വീഡിയോസ് ആണ് ചെയ്യാറ്. സെയിം അതേപോലത്തെ വൈബാണ് ഈ രണ്ട് ചാനൽ എനിക്ക് ഫീൽ ആയിരുന്നു. പ്രതാപ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു സാധനം എടുത്ത് വെക്കുന്നു, അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് ഇങ്ങനെ അക്കമിട്ട് നിരത്തി ഒരു സ്ക്രിപ്റ്റ് പോലെ എഴുതി അത് കൃത്യമായിട്ട് ഇന്ന സാധനങ്ങൾ പറഞ്ഞിട്ട് പോകും. ഷാസ് ഇതേ സാധനങ്ങൾ തന്നെ പറയും. പക്ഷേ ഷാസ് കുറച്ചും കൂടി ഞാൻ ഫോണിൽ ഇരുന്ന് വീഡിയോ കാണുമ്പോൾ നമുക്കൊരു അളിയാ മച്ചാ വൈബിൽ ഇങ്ങനെ ഇരുന്നിട്ട് വീഡിയോ കാണാം എന്ന സാധനം മനസ്സിലാവും, കാര്യം മനസ്സിലാവും. ഇതാണ് ഷാസിന്റെ വീഡിയോ എനിക്ക് കിട്ടുന്നത്. അതാണ് കുറച്ചും കണക്ട് ആവുന്നത്. ഇനി അല്ല, ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പിച്ച് പെർഫെക്റ്റ്, അതായത് ഇങ്ങനെ ഇഞ്ച് ബൈ ഇഞ്ച് അങ്ങനെ ഒരു അനലൈസിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബാക്കി ചാനലുകൾ, അത് ഇംഗ്ലീഷ് ചാനലുകൾ ഇഷ്ടം പോലെ അത് എടുത്ത് വെച്ച് കണ്ടിട്ട് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കും. അപ്പോൾ സംഗതികളുടെ തുടക്കം വരുന്നത് പ്രതാപ് ജി ടെക്കിൽ പ്രതാപ് നത്തിങ് ഫോണിന്റെ റിവ്യൂ ചെയ്തപ്പോൾ അതിനകത്ത് ഷാസിനെ റെഫറൻസ് വെച്ചിട്ട് കുറച്ച് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നത്തിങ് ഫോൺ 4A. ഈ ഒരു ഫോണിന്റെ ഫുൾ ഡീറ്റെയിൽസ്, പ്രോസ് ആൻഡ് കോൺസ്, അതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ. ഈ നത്തിങ്ങിന്റെ ഫോണുകൾക്ക് ഒരുപാട് പേര് ഫാൻസ് ഉണ്ട്, നല്ല ഫോണുകളാണവ, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വരുന്നത്. എന്തായാലും ഈ ഫോണിന്റെ ഓരോ സെക്ഷനിലെയും പോരായ്മകളും നല്ല വശങ്ങളും നമ്മൾ കൃത്യമായിട്ട് പറയും. കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമല്ലോ. ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോഴും ഷെയർ ചെയ്യുക. അല്ല, അവർക്ക് മനസ്സിലാവണമല്ലോ. എന്തായാലും ഇതിൽ കോമൺ ആയിട്ട് ലൈക്ക് ഷെയർ ആണ്. അതെ ലൈക്ക് ഷെയർ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാം, ഈ നെഗറ്റീവ് നമ്മൾ കൃത്യമായിട്ടല്ലോ സെക്ഷനും പ്രോസ് ആൻഡ് കോൺസ് കൃത്യമായിട്ട് പറയും എന്ന് പറയുമ്പോൾ ഈ ഫോൺ കൊള്ളൂല, ഇത് പൊട്ടയാണ്, നത്തിങ് നീ എന്നൊക്കെ പറഞ്ഞ് ഞാൻ റിവ്യൂ ചെയ്യില്ല ഇനി നത്തിങ്ങിന്റെ ഫോണുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ പറയില്ല കേട്ടോ. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേക ഞാൻ കണ്ടായിരുന്നു. ഇത് പറയാൻ കാരണം ഈ സാധനത്തിന്റെ വീഡിയോ S26 അൾട്രയുടെ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങളിത് വീഡിയോ ചെയ്യാതെ ഉപേക്ഷിച്ചാലേ ബ്രാൻഡ് പാഠം പഠിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. ബ്രാൻഡ് പാഠം പഠിക്കില്ല. കാരണം ഞാൻ ചെയ്തില്ലെങ്കിൽ അപ്പുറത്ത് 1000 പേര് ചെയ്യാൻ വേണ്ടി റെഡിയായിട്ട് നിങ്ങളുടെ ചെയ്യുകയും ചെയ്യും, നിങ്ങൾ കാണുകയും ചെയ്യും. തീരുമാനം നമ്മുടെ കയ്യിലല്ല, നിങ്ങളുടെ കയ്യിലാണ്. നമ്മൾ ഈ ഫോൺ വീഡിയോ ചെയ്യണം. പ്രതാപ് ജി ടെക്കിൽ S26 അൾട്ര, നത്തിങ് ഫോൺ 4A എല്ലാം വരണം. ഇതിൻ്റെ പോരായ്മകൾ നമ്മൾ പറയുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കണം, ഇത് പോരായ്മകളുണ്ട്, ഇത് നമുക്ക് പറ്റില്ല, ഇത്രയും പൈസയ്ക്ക് ഇത് മുതലല്ല എന്ന് കണ്ട് നിങ്ങളത് ഒഴിവാക്കുമ്പോൾ ബ്രാൻഡ് പാഠം പഠിക്കും. കാരണം കച്ചവടം ഇല്ലാണ്ടായ പണി താനെ പഠിച്ചോളൂ അവർ.
അപ്പം നിങ്ങളുടെ തീരുമാനമാണ് വിധി എഴുതുന്നത്, ഞാനല്ല. ഞാൻ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു, കാരണം ടെക് ചാനലാണ്, അവിടെ ഇതെല്ലാം കവർ ആവണം. നല്ലതും മോശവും കവർ ആവുമ്പോഴാണ് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതാണ് ഷാസിനൊരു കൈൻഡ് ഓഫ് പറയാതെ ഷാസിന്റെ മാനറിസം, ഷാസിന്റെ വേ, അതെ അതെ, ഒരു കോമഡി രീതിയിൽ പറഞ്ഞു ഇത് ചെയ്യില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു. അത് ചെറുതായിട്ട് കൊണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ട്രോളന്മാരെടുത്ത് ഇറക്കിയത്. പ്രസന്റേഷനൊക്കെ വെച്ചിട്ട് പ്രതാപ് ജീട്ടൊക്കെ എന്ത് ചെയ്തത്, ഈ നത്തിങ് ഫോണിന്റെ റിവ്യൂവിനിടയിൽ S26 പൊക്കി പിടിച്ച് പറഞ്ഞ സംഗതി. ഇപ്പോൾ കമന്റ് ബോക്സിൽ ഓബിയസ്ലി ഇപ്പോൾ പ്രതാപ് ജീട്ടൊക്കെ വന്നിട്ട് ഇതിൽ ഷസാമെ എന്ന് വിളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു വേ ഓഫ് പ്രസന്റേഷൻ ഉള്ളത് ഷസാമിനാണ്. അപ്പോൾ അത് ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ഈ കാണുന്ന വ്യൂവർഷിപ്പ് പൊട്ടന്മാരൊന്നുമില്ലല്ലോ, അവർക്ക് അങ്ങനെ മനസ്സിലാവും. അവരങ്ങനെ കമന്റ് ബോക്സിൽ പോയിട്ട് കമന്റ് ചെയ്യുമ്പോൾ ഒരു കമന്റിന് കൃത്യമായിട്ട് കൊടുത്തു ഷസാമിന് കൊടുത്തു എന്നൊരു കമന്റ് ഇട്ട്, അപ്പോൾ അതിനടിയിലുണ്ട് അത് കമന്റ് ബേസ് ചെയ്താണ് പറഞ്ഞത് ഈസ് എ ഗുഡ് ആൻഡ് ജെന്റിൽ ഫ്രണ്ട് ഓഫ് മൈൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കമന്റ് ഇയാൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ പ്രതാപ് ഓക്കെ ഷസാമിനെ തന്നെയാണ് ഇവിടെ റെഫറൻസ് വെച്ച് സംസാരിച്ചത് എന്നുള്ളത്. ഇനി ഷാസ് ചെയ്ത വീഡിയോ, ഏത് വീഡിയോ ആണോ പ്രതാപിന് ട്രിഗർ ആയത്, ആ വീഡിയോ കണ്ടിട്ടാണ് പ്രതാപ് ഇവിടെ വന്നിട്ട് S26 സാധനം ഇനി ഞാൻ ഈ ബ്രാൻഡ് ചെയ്യില്ല, ബ്രാൻഡ് ഈ സംഗതി ട്രിഗർ ആവാൻ കാരണം, അല്ലെങ്കിൽ പ്രതാപ് ഇതിങ്ങനെ പറയാൻ കാരണം ഉണ്ടായ ഷാസിന്റെ വീഡിയോ കൂടി വെച്ചിട്ട് ഞാൻ എൻ്റെ കുറച്ച് അഭിപ്രായങ്ങൾ പറയാം. അതേപോലെ സാംസങ് ഗാലക്സി S26 കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതിൽ ഏതെങ്കിലും ഒരു ഫോണിൽ Exynos 2600 ചിപ്സെറ്റ് ആണെന്നാണ് പറയുന്നത്. മിക്കവാറും അത് സാധാ S26 നമ്മളെല്ലാവരും വിചാരിച്ച് ആപ്പിളിനെ കോപ്പി അടിച്ചുകൊണ്ട്, ഇപ്പോഴും സാംസങ് മറ്റേ ഈ ആപ്പിൾ കുളത്തിച്ചാടിയ സാംസങ് കൂടെ ചാടുന്നത് പോലെയാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ച് ആ ഫ്രണ്ട് സെൽഫി ക്യാമറ മാറ്റുമായിരിക്കും, ബിക്കോസ് ആപ്പിൾ മാറ്റിയല്ലോ. മാറ്റില്ലാന്ന് 12 മെഗാ പിക്സലാണ് ആ സെയിം സെൻസർ. നന്നാവാൻ യാതൊരു, ഞാൻ പറയാം സാംസങ്ങിന് അഹങ്കാരം കുറച്ച് കയറിയിരിക്കുകയാണ്. ഏത് കുറേ പൈസക്കാരന്മാർ ഫോൾഡ് മേടിക്കണതിൻ്റെ അഹങ്കാരം. അണ്ണാ തറ വീഴും കേട്ടാ. ഇങ്ങനത്തെ കൊണയാണെങ്കിൽ ഒരു മാറ്റവും ഇല്ല S26 ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. S26 ആയിക്കോട്ടെ അൾട്ര ആയിക്കോട്ടെ ഒരു ചേഞ്ചും ഇല്ലാതെയാണ് കൊണച്ച ഫോൺ അവന്മാർ ഇറക്കാൻ പോണത്. വെറുതെ കണ്ണി പൊടിയിടലിൻ്റെ കേസും പറഞ്ഞിട്ട് കുറച്ച് എന്തോ ഒരു ഡിസൈൻ ചേഞ്ച് പറഞ്ഞിട്ട് വീഴും സാംസങ്. നീ അഹങ്കരിച്ച നിന്റെ പതനം നാട്ടുകാർ കാണിക്കും. ഞാൻ പറയേ വോളി കയറ്റി എടുത്തിട്ട് തറയിടും. അടി എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ ഈ WWE മറ്റേ ചോക്ക് സ്ലാം ചെയ്യൂല അണ്ടർടേക്കർ, അമ്മാതിരി അടി അടിക്കും. ശസാമണ്ണം വിഷയമായിട്ട് ട്രിഗറായിട്ട് പറക്കുന്നുണ്ട്. നിന്റെ മറ്റേ ഗ്രീൻ ലൈൻ കൊണയൊക്കെ ഉണ്ടല്ലോ, നിനക്ക് കിട്ടും. ഞാൻ ഇനി ഈ സാംസങ്ങിന് ഒരു കിണ്ടി ഞാൻ ചെയ്യില്ല. ഈ S26 ഒക്കെ ഇറങ്ങട്ട് ചെയ്യണവന്മാർ ചെയ്യും, ഞാൻ ചെയ്യൂല. എനിക്ക് എൻ്റെ ആവശ്യമില്ല. അവന്മാർ എന്ന് നല്ല രീതിയിൽ സർവീസും കാര്യങ്ങളും നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് ഇറങ്ങണം, അന്ന് ഞാൻ നമുക്ക് നോക്കാം. ഞാൻ ചെയ്യൂല. ഇതാണ് പ്രതാപ് ജീട്ടക്ക് പ്രൊവോക്ഡ് ആയിട്ട് ആ വീഡിയോനകത്ത് ഷാസിനെ ഇമിറ്റേറ്റ് ചെയ്ത ആ ഒരു ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ. ഇതാണ് ഷാസ് ചെയ്ത വീഡിയോ. ഇത് ഷാസ് ഇതിനകത്ത് ബേസിക്കലി ഇപ്പോൾ ഷസാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് അറിയാം, മോസ്റ്റ് മെജോറിറ്റി വീഡിയോസിലും ഐഫോൺ എടുത്തിട്ട് അടിച്ചിരുന്ന ഒരാളാണ്. ഇപ്പോൾ കുറേ ആയിട്ട് സാംസങ്ങിൻ്റെ ഇഷ്യൂസ് അറിയാത്ത ആരാണ്? ഇപ്പം എൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് സാംസങ്ങിൻ്റെ ഫോണുണ്ട്. അതെ, നമ്മളൊരു ട്രെയിനിൽ കയറിയിട്ട് ബയോഗീർ അറ്റം മുതൽ അറ്റം വരെ പോവുക, അപ്പൊ സൈഡിൽ ഇങ്ങനെ നോക്കി പോവുക. മിക്ക ഫോണിലും മരം ഉണ്ടാവും. എന്നിട്ട് തിരിച്ചു വരുമ്പം ആ ഫോണിന്റെ പേര് ചോദിക്കുക, അപ്പൊ പറയും സാംസങ്. ഇടയ്ക്കിടയ്ക്ക് OnePlus കയറി വരും. ഊമ്പി തെറ്റി നടക്കുന്നുണ്ട്. അപ്പം ഈ വരയുടെ പ്രശ്നം, പച്ച വര, പിന്നെ സർവീസ് സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ഒടുക്കത്തെ ജാട, അങ്ങനത്തെ പല വിഷയങ്ങളും. പിന്നെ ഐഫോണിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഒരേ സ്ട്രീമിൽ ഓൾമോസ്റ്റ് സിമിലർ ലുക്കിൽ ഉള്ളിലുള്ള സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഇറക്കുന്ന ഒരു പാറ്റേണിലേക്ക് സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പുകൾ മാറി. പിന്നെ അത് ഒന്നും മാറാത്ത അവസ്ഥയിൽ ഇപ്പോൾ S26 അൾട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെക് റിവ്യൂവേഴ്സിൻ്റെ ഇടയിൽ ഞാൻ നോക്കുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെ റിവ്യൂസ് അല്ല കേട്ടോ, ഓൾമോസ്റ്റ് ഇന്ത്യയിലെ പുറത്തൊക്കെ ടെക് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു മെയിൻ ലിസ്റ്റിലുള്ള കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ട് ഇവരുടെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു കോണ്ടൻ്റാണ് S26 അൾട്ര എന്ന് പറയുന്നത്. അതൊന്നാമത്തെ വിഷയം, ഇങ്ങനെ സാംസങ് ആളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഈ സാധനം ഒരു മാറ്റവും ഇല്ലാതെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റും കൊടുക്കാതെ ആളുകളുടെ എക്സ്പെക്റ്റേഷൻ അത്ര മീറ്റ് ചെയ്യാതെ ഇതിങ്ങനെ ഒരു ബ്രാൻഡ് ഒരു സാധനം ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഇറക്കുമ്പോൾ അതിൽ കൃത്യമായിട്ട് അവരുടെ എന്താ പറയുക ഒരു ദേഷ്യം വികാരം അറിയിക്കുക എന്നുള്ളതാണ് ടെക് പറയുക. എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ഐറ്റം ആയിരുന്നു പ്രതാപ ചെയ്തു വെച്ചത്. ഓക്കെ, ഷാസ് പിന്നെ ഈ സാംസങ്ങിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം അറിയാമല്ലോ, സാംസങ്ങിന് കുറച്ച് കാലമായിട്ട് ഷാസ് ഇട്ട് കൊട്ടുന്നുണ്ട്. ദിവസം എന്നെ ഒരാൾ ഒരു റീല് ഞാൻ കണ്ട് കുറേ പേര് എന്നെ ടാഗൊക്കെ ചെയ്യണുണ്ട്.
എനിക്ക് ആകെ പറയാനുള്ളൊരു ഒറ്റ കാര്യമുള്ളൂ, എന്നെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ മാന്തും. ഞാനത് ചെയ്യാതിരിക്കുന്നത് എനിക്ക് അൺനെസസറി ആയിട്ടുള്ള ഡ്രാമയും ഈ പറയുന്ന ഇതൊന്നും എനിക്ക് താല്പര്യം. ഒന്നാമത്തെ കാര്യം, ടെക് ലോകത്തിലോട്ട് എനിക്കത് കൊണ്ടുവരാൻ യാതൊരു താല്പര്യവുമില്ല. ഞാൻ പറയാം, ഞാൻ ചെയ്തത് എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, അത് ഞാൻ ഐ സ്റ്റിക്ക് ടു വാട്ട് ഐ സെഡ്. പക്ഷേ ഞാൻ പറയാം, ബഡ്സ് ഞാൻ ഒരിക്കലും ഈ ബഡ്സിൽ ഗ്രീൻ ലൈൻ വന്നിട്ടുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്, ഈ ബഡ്സിൽ ഗ്രീൻ ലൈൻ വന്നിട്ടുണ്ടോ? ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഫോണുകളുടെ എതിരെയാണ്, അല്ലാതെ എനിക്ക് നിലപാട് പറഞ്ഞാൽ അതൊന്നുമില്ല. ഞാൻ സാംസങ്ങിനെ അങ്ങനെ അതെന്നല്ല പറഞ്ഞത്. സാംസങ്ങിൻ്റെ ബഡ്സൊക്കെ ഞാൻ എന്നും യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. ഞാൻ പറഞ്ഞ എൻ്റെ ഒരു കാര്യമാണ്, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പവും വരില്ല. അവന്മാരെ ഒന്ന് ഇയർലി കോൺട്രാക്റ്റും മേടിച്ച് വെച്ചിട്ട് കാശും ഉണ്ടാക്കാൻ എനിക്ക് ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. സാംസങ് എത്ര പ്രോഡക്റ്റാണ് ഇറക്കണത് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇത് ചെയ്യണമെങ്കിൽ എനിക്ക് തലയ്ക്കകത്ത് സത്യം പറഞ്ഞാൽ എന്നെ പറഞ്ഞാൽ മതി, വേറെ ആരെയും പറയണം, എന്നെ പറഞ്ഞാൽ മതി. എൻ്റെ പ്രശ്നമാണ്. എന്തിനാണ് വെറുതെ ഈ നാട്ടുകാരെ ഇല്ലേ, എന്ത് ഒരു കാര്യമില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഈ ചാനൽ പണ്ട് തൊട്ട് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യണമെന്നേ ഉള്ളൂ. മോണിറ്ററി ബെനിഫിറ്റ്സ് നോക്കാൻ പോയിരുന്നെങ്കിൽ ഞാൻ വേറെ ലെവലിൽ നിന്നേനെ, കാര്യമായിട്ടും പറയണേന്. ഷാസ് ഈ പറഞ്ഞത് നമുക്ക് മനസ്സിലായി. ഷാസിനും ആ പ്രതാപിന്റെ വേ ഓഫ് പ്രസന്റേഷൻ അത്യാവശ്യം സീനായിട്ടുണ്ട്. അതെ സീനായിട്ടുണ്ട്. അതുപോലെ വേറൊരു കാര്യം പറയുന്നുണ്ട്. സംഭവം കോൺട്രാക്ട്, സാംസങ്ങിൽ നിന്ന് കോൺട്രാക്ട് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പറയേണ്ടി വരും. കോൺട്രാക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ കോൺട്രാക്ട് വാങ്ങിച്ചാൽ കുറെ ക്യാഷും കിട്ടും, അതിനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കണം. കോൺട്രാക്ട് ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് അഭിപ്രായം പറയാം, ഇതേപോലെ തൂക്കി അടിക്കാം. ആവില്ല. ഇപ്പോൾ എത്ര അടുത്ത ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിലും അയാളുടെ പേര് പറഞ്ഞു, അല്ലെങ്കിൽ ആ ചാനലിന്റെ പേര് പറഞ്ഞു, ആ വ്യക്തി പറഞ്ഞത് ഇങ്ങനെയാണെന്നുള്ളതൊരു ദാറ്റ്സ് എ മാന്യത എന്നേ ഞാൻ പറയൂ. ഇത് അതിന് പകരം ഈ സംഗതി ഒരുമാതിരി ആളെ ഊക്കുന്ന രീതിയിൽ വന്നിരുന്ന് സംസാരിച്ചിട്ട് പോയിട്ട്, എന്നിട്ട് ബേസിക്കലി പ്രതാപ് പറഞ്ഞത് ഒരേ കാര്യം, ഷാസ് പറയുന്നത് ഒരേ കാര്യം. പിന്നെ ഷാസ് പറഞ്ഞ രീതി കളിയാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവൻ്റെ ചാനലിനേക്കാൾ കൂടുതൽ ക്രെഡിബിലിറ്റി എൻ്റെ ചാനലിലുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് പ്രതാപ് ചെയ്തൊരു ഗിമിക്ക് പോലെയാണ് എനിക്ക് ആ സാധനം പേഴ്സണലി ഫീൽ ചെയ്തത്. ഷാസിൻ്റെ ചാനലിൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഷാസ് വന്നിരുന്ന് പറയണം ആ പ്രൊഡക്റ്റ് കൊള്ളു. ഇപ്പം ഞാനൊക്കെ ഫോണോ സാധനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ഷാസിനെ വിളിച്ച് ചോദിച്ചിട്ട് എനിക്ക് ഭയങ്കര ക്രെഡിബിലിറ്റി കൂടിയ ഒരാളാണ് ഈ ഫീൽഡിൽ ഷാസ് എന്ന് പറയുന്നത്. ഒരു ട്രസ്റ്റാണത്. നമുക്ക് വീഡിയോ കണ്ട് അങ്ങനെ തുടങ്ങിയതല്ല, അല്ല എൻ്റെ വീടിനടുത്ത് ഉള്ളതോ അല്ലെങ്കിൽ എൻ്റെ മാമനോ മച്ചാൻ്റെ മോനൊന്നും അല്ല ഷാസ്. പക്ഷേ വീഡിയോ കണ്ട് ആ ഒരു ഫീൽ നമുക്ക് കിട്ടി. ഓക്കെ, അതെ ഫീല് കിട്ടി. അതുകൊണ്ടാണ് അടുത്തൊരു ക്ലിപ്പ് കൂടെ ഉണ്ട്, ആ ക്ലിപ്പ് കൂടെ നമുക്കൊന്ന് കണ്ടോക്കാം. Deals anymore. The designs are basically unchanged. സോ ഞാൻ എന്തായാലും ഈ ക്ലിപ്പ് കണ്ട്, ക്ലിപ്പിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ഡിസൈനും ചേഞ്ച് ഒന്നുപോലെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 24, 25, 26 അങ്ങനെ എന്തോ. Around $900 baseline. You can get a lot more phone for $900. That's why we're now getting this completely world-exclusive privacy display feature. This is James Bond level tech. Do I look like James Bond to you? Do you think I've been waiting my entire life so that finally the stranger sitting next to me on the bus won't be able to see me trying to figure out which Shrek character are you? It's Donkey, by the way. That's it. I'm taking this. I want to show you exactly how, with cameras, for example, Samsung is falling behind. We were in the gym the other day. Do you remember? Hit that PB. Thought we looked pretty spicy. So we called in Vrisha to take that photo and she got this on Samsung. In isolation, a pretty balanced photo. You wouldn't feel like you had anything to complain about. But then she took that same shot on a Chinese flagship, the Xiaomi 17 Ultra. And it's only when you do that that you realize what you're missing. Can't you see how the Xiaomi has more depth because of its larger sensor and just so much more real detail on the face, which looks a whole lot better than the over-sharpening that Samsung's tried to replace it with. Samsung Galaxy S26 ഇറങ്ങിയിരിക്കുകയാണ്. S26, S26 Plus, S26 Ultra, S26 ഷള്ളി ഫോൺ. ഒരു മാറ്റവും ഇല്ല. എന്തൊരു അപ്പർച്ചറൊക്കെ കൂട്ടി. പിന്നെ ഇരിക്കുന്നത് 2 നാനോമീറ്റർ. ആദ്യത്തെ 2 നാനോമീറ്റർ പ്രോസസ്സിങ്ങിൽ വരുന്ന Exynos 2600 ആണ് ഈ ഒരു ഫോണിൻ്റെ ഉള്ളിലിരിക്കുന്നത്. പവർ ചെയ്യാനായിട്ട് പിന്നെ അറിയാലോ, ഞാൻ ഒന്നും മിണ്ടല്ലോ കേട്ടോ. ഞാൻ മിണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊരോ പൈസ മേടിച്ചിട്ട് വന്ന് ഹേറ്റ് അടിക്കണം എന്നാണ് ഇവിടുത്തെ കുറേ സാംസങ് ഫാൻസ് പറയണം. അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. എന്തിനാണെങ്കിലും എൻ്റെ കാഴ്ചപ്പാടിൽ 89,000 രൂപ S26. എടാ ഇരിയുന്ന നമ്മുടെ iPhone 17 കൊള്ളാം, നിനക്കറിയൂ? iPhone 17 ഇസ് എ ബെറ്റർ ഫോൺ. അതിന് വെറും 75,000 രൂപയുള്ളൂ. റീസെയിൽ വാല്യൂയും കിട്ടും. ഈ പുല്ല് എനിക്ക് എന്തിനും ആവട്ടെ. പിന്നെ എന്തിനാ 40ാമത്തെ സർവീസ് സെൻറ്റർ തുടങ്ങിയെന്ന് കൊച്ചിയിൽ, എടപ്പള്ളിയിൽ പുതിയ സർവീസ് സെൻറ്റർ. ഇതുവരെ ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂവിനെ പറ്റിയോ ഒന്നും ആരും മിണ്ടല്ലോ. ഇപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് ഇട്ടുണ്ട്. ഇവിടെ എന്തിനും കൊന്തും അറിയാടെ S24 Ultra എന്തിനുടെ
മൊത്തനോട് എന്നൊക്കെ പറഞ്ഞു. നീ എന്തിനാ പറയണേ, എനിക്കൊന്നും പറഞ്ഞിട്ട് കാര്യം, നീയൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മേടിച്ച, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയണം, മേടിച്ചോളി. പക്ഷെ ഗ്രീൻലാൻഡ് വരുമ്പം ഇങ്ങോട്ട് വരല്ലേ, അത് ഈ പേജ് ഇവിടെ കാണും. നിങ്ങൾ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്, കാണട്ടെ, വെയിറ്റ് ചെയ്തിട്ട്. പിന്നെ ഇതാണ് പല കണ്ടന്റുകളിലായിട്ട് ഷാസ് ഈ പറഞ്ഞ സാംസങ്ങിന്റെ ബേസിക് ഇഷ്യൂ, ഇതൊക്കെ ബേസിക് ഇഷ്യൂ എന്നാണ് പറയേണ്ടത്. അതെ, ബേസിക് ഇഷ്യൂ ആണ്. അതായത് ഗ്രീൻ ലൈനെ പറ്റിയാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഗ്രീൻ ലൈൻ അവര് പരിഹരിക്കുന്നില്ല ഗൈസ്, സാംസങ്ങിന്റെ ഭാഗത്തു നിന്നും അത് പരിഹരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഷസാം ഇങ്ങനെയൊക്കെ പറയുന്നത്. കാരണം നമ്മളൊരു റിവ്യൂ ചെയ്യുന്ന സാധനമല്ലേ, അത് എല്ലാവരും വാങ്ങിച്ചിട്ട് തിരിച്ചത് കൊള്ളൂലെങ്കിൽ തിരിച്ചു വന്ന് കമന്റ് എടുത്ത്, നീ പറഞ്ഞിട്ടല്ലടാ ഫോൺ വാങ്ങിച്ചത്, ഇപ്പൊ ഇങ്ങനെ കണ്ടില്ല. സോ അതുകൊണ്ട് ഷസാം അതിനെതിരെ പ്രതികരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ പ്രതികരിക്കുകയാണ്. ഞാൻ ഇനി അതിനെപ്പറ്റി റിവ്യൂ ചെയ്യില്ല എന്ന്. എന്തായാലും നല്ലൊരു മനുഷ്യനാണ് ഷസാം, അതുകൊണ്ടാണ്. സോ എന്തായാലും അത് തന്നെ ആയിരിക്കാം നമ്മുടെ സീക്രട്ട് ഏജന്റും പറയുന്നത്. കണ്ടുകൊണ്ടിരുന്ന അരമണിക്കൂർ കാണേണ്ടി വരും. വീഡിയോ കാണണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇതിലും മികച്ച നല്ലൊരു വീഡിയോയുമായി അടുത്ത് കാണുന്നതുവരേക്കും ബൈ ബൈ ഗൈസ്.